കൃഷ്ണനിലേക്ക് കൂടി പോയി വരാം. ശ്രീ കൃഷ്ണൻ, കൃപേഷിന്റെ ആത്മാവിനും അതേപോലെ ശരത്ലാലിന്റെ ആത്മാവിനും നീതി കിട്ടി എന്ന് കരുതുന്നുണ്ടോ? പക്ഷെ അപ്പോഴും 24 പേരിൽ 10 പേരെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. അതെന്നുവെച്ചാൽ നീതി കിട്ടിയെന്ന് ചോദിച്ചാൽ നീതി കിട്ടിയിട്ടുണ്ട്. ഈ 24 പ്രതികളിൽ 14 പ്രതികളെയും കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്, വളരെ തൃപ്തിയാണ്. പക്ഷേ എന്നാലും ഒരു 10 പേരെ ഒഴിവാക്കിയതിൽ ഇവരൊക്കെ കൂടുതൽ പങ്കെടുത്തവരാണ്. ഈ പ്രതികളെയൊക്കെ കൊണ്ടുവിടാനും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവിട്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൂട്ടുനിന്നവരാണ് ഈ പ്രതികൾ. ഈ 10 പേരിൽ കുറച്ച് പ്രതികൾ, അവരൊക്കെ ഒരു ശിക്ഷ കിട്ടാത്തതിൽ വളരെ വേദനയുണ്ട്. അതിനെ പറ്റിയാണ് നമ്മൾക്ക് ഇപ്പോൾ ഒരു ഇതുള്ളൂ. ബാക്കി ഇപ്പോൾ 14 വരെ രക്ഷിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. എന്താ വെച്ചാൽ അതിൽ കാര്യമായ നേതാക്കന്മാർ, പാർട്ടിയുടെ ഉന്നത അറിയപ്പെടുന്ന KV കുഞ്ഞിരാമൻ, മണികണ്ഠൻ, ബാലകൃഷ്ണൻ, അങ്ങനെ പല നേതാക്കന്മാരും അതിൽ പെട്ടതിനെ കൊണ്ട് പാർട്ടിക്ക് തന്നെ ഒരു ക്ഷീണമാണിത്. അവർ പറഞ്ഞത് വെച്ചാൽ ഈ കൊലക്ക് പാർട്ടിക്കൊരു ബന്ധമില്ല, പാർട്ടിക്ക് അറിയില്ല, ഇത് ഒരു സംഘടനത്തിലെ കൂടി ബലപ്പെട്ടതാണ് എന്നാണ് അവർ പറഞ്ഞത്. ഇതുവരെ ഈ 6 കൊല്ലമായിട്ട് അവർ ചാനലിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് നേരെ തിരിഞ്ഞ് അവരെ പ്രതികളായി അവർ ഈ പാർട്ടി അതിന് മുൻ MLA കുഞ്ഞിരാമൻ അടക്കം ഈ പ്രതികളായതിനെ കൊണ്ട് ഞങ്ങൾക്ക് അത് വളരെ സന്തോഷമുണ്ട്. അത് ഈ പാർട്ടിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത്. ഈ കൃഷ്ണൻ ഓരോ നിമിഷവും ഈ കേസ് CBIക്ക് വിടണമെന്ന നിങ്ങളുടെ ആവശ്യത്തെ തള്ളി സർക്കാർ അപ്പീൽ പോകുമ്പോൾ എന്താണ് തോന്നിയത് ശ്രീ കൃഷ്ണൻ? അതെന്നത്തെ തോന്നിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പാവപ്പെട്ട ഞങ്ങൾ 2 മക്കളെ ഇവർ പാർട്ടി അനുഭാവികൾ, പാർട്ടി മെമ്പർമാർ കുത്തി റോഡ് കരയിലിട്ടിട്ട് അവർക്ക് വേണ്ടി കോടിക്കണക്കിന് ഉറുപ്പ്യക്ക് ഖജനാവിൽ എടുത്ത് ചിലവാക്കിയിട്ടാണ് CPI അന്വേഷണം എതിർക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവന്ന് ഇവിടെ ബാധിച്ചത്. പക്ഷെ അത് ഞങ്ങളെ കൂടെയല്ലേ നിൽക്കേണ്ടത്, പ്രതികളെ കൂടെ നിൽക്കേണ്ടത്. ഈ മക്കൾ നഷ്ടപ്പെട്ട അച്ഛന്മാരുടെ കൂടെയാണ് ഈ ഗവൺമെൻറ് നിൽക്കേണ്ടത്. ഇവരൊക്കെ ഞങ്ങളൊക്കെ വോട്ടും വാങ്ങി ജയിച്ചു പോയി. സംവിധാനമല്ലേ അതിൻ്റെ വരുന്നത്. അതെ. ശ്രീ സത്യനാരായണൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം 1,10,00,000 മറ്റോ ആണ് ഈ അപ്പീൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് വക്കീലന്മാർക്ക് സുപ്രീം കോടതി വരെ സംസ്ഥാന സർക്കാർ പൊതുഖജനാവിൽ നിന്ന് മുടക്കിയിരിക്കുന്നത്. ഈ പണം യഥാർത്ഥത്തിൽ പാർട്ടിയിൽ നിന്ന് തിരിച്ചു പിടിക്കേണ്ടതല്ലേ സത്യനാരായണൻ? അത് പാർട്ടിയിൽ നിന്ന് തിരിച്ചു പിടിക്കുക മാത്രമല്ല, ഞങ്ങളെക്കൊണ്ട് ചെലവ് കഴിച്ചതിന് അത് തുക തരികയും വേണം. അവർ ഒരു സത്യസന്ധമായ ഒരു മനുഷ്യത്വമുള്ള ഒരു സർക്കാരാണെന്നെങ്കിൽ, ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ഒരു നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരു സർക്കാരാണെങ്കിൽ, ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ അത് നേരെ തിരിച്ച് അവർക്ക് വേണ്ടിയല്ല ആ പണം ഞങ്ങളെക്കൊണ്ട് ചിലവാക്കിച്ച് ഇത്രയും പ്രയാസപ്പെടുത്തി ഞങ്ങൾക്ക് ആ പണം തന്ന ഈ കേസിൻ്റെ നടത്തിപ്പിന് ചിലവായ തുക ഞങ്ങൾക്കാണ് തരേണ്ടത്. ആ പാർട്ടിക്കാരോട് വാങ്ങിച്ച് തരേണ്ടത്. സർക്കാരിൻ്റെ പണം കളയേണ്ടവരല്ല അവർക്കത് അവർ ചെയ്യില്ല എന്നുള്ളത് വാസ്തവമാണ്. അവർക്ക് അങ്ങനെയുള്ള ഒരു മനുഷ്യപരമായ ഒരു കാര്യങ്ങളില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ എങ്കിലും നമ്മൾ എൻ്റെ ഈ നാട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ CPM എന്നൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഈ നാടും ഈ ഭരണവും ഇത് ജനങ്ങൾക്ക് മൊത്തം ഒരുപോലെ കാണുന്നില്ല. അപ്പോൾ ഒരു വിഭാഗീയത പ്രശ്നം മറ്റുള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കി വെക്കുന്നു, അവരെ കൊല്ലുന്നു. എന്തൊരു മനോഭാവം നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ സ്ഥിതി തുടർന്നാൽ ഈ നാട് നശിച്ചു പോകുമെന്നുള്ളത് വളരെ വാസ്തവമാണ്. അതിൻ്റെ ഒരു പ്രതികാരം പോലെയാണ് നമ്മൾ ഇതിന് ഈ വേദനയിടയിലും ഈ കേസ് ഇവിടം വരെ കൊണ്ടെത്തിച്ച് 6 വർഷമായി നമ്മൾ പോരാടുന്നു. എത്ര വേദനായകം, എത്ര പ്രയാസങ്ങൾ, എത്ര കഷ്ടപ്പാടുകൾ, ഇതൊക്കെ ഈ ഒരു കേസിന് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യിക്കുക, എങ്കിലും നമ്മളെ അവിടെ തകർക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ആ സർക്കാരിനുള്ളൂ. ഈ നമ്മളൊരു കേസ് മാത്രമല്ല, പല കേസുകളിലും അങ്ങനെയാണ്. ഇവിടെ ശമ്പളം കൊടുക്കാനില്ല, അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല. ഇതൊക്കെ വാരിക്കോരി കൊടുത്ത് ഇവരെ പ്രതികളെ രക്ഷിച്ച് ക്രിമിനൽ വളർത്തുന്ന ഒരു സർക്കാർ ഇവിടെ നാട് വാണു കഴിഞ്ഞാൽ കുറേ നാൾ വാണ് എന്തായിരിക്കും ഈ സ്ഥിതി? അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടുതൽ കുറച്ച് തിരക്കുണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീ സത്യനാരായണൻ. ഈ സമയത്തും നമ്മളോടൊപ്പം പ്രതികരിച്ചതിന് ശ്രീ കൃഷ്ണൻ നന്ദി. മക്കളുടെ വേദനയിലും വലിയ വേദനയാണ് സത്യനാരായണനും കൃഷ്ണനും. ഈ സർക്കാർ സംവിധാനം പ്രതികൾക്കൊപ്പം നിന്നു എന്നറിയുമ്പോൾ അതിൽ ഇരകളായ മനുഷ്യർക്കൊപ്പം ആ കുടുംബത്തോടൊപ്പം നിലയുറപ്പിക്കേണ്ട സർക്കാർ വേട്ടക്കാർക്കൊപ്പം, ക്രിമിനലുകൾക്കൊപ്പം അവരെ സംരക്ഷിക്കത്തക്ക രീതിയിൽ CBIയുടെ അന്വേഷണം വേണ്ട എന്ന നിലപാടെടുത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ കോടിക്കണക്കിന് രൂപ ചിലവാക്കിക്കൊണ്ട് മുതിർന്ന അഭിഭാഷകരെ വെച്ച് കേസ് വാദിച്ച രീതി അത് തങ്ങളുടെ ഹൃദയം തകർത്തുവെന്നാണ് സത്യനാരായണൻ പറയുന്നത്. ഈ നിയമ പോരാട്ടത്തിൽ അവർക്കും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂലിപ്പണിക്കാരായ വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. അവരെ സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചതിൽ അവർക്ക് ചിലവായ തുകയെങ്കിലും ചുരുക്കത്തിൽ ഈ സർക്കാർ തിരിച്ചു കൊടുക്കേണ്ടതാണ്.
Debate with Dr. Arun Kumar.